ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഓപ്പൺ ചെയ്തത്. S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 13.54 ആയിരുന്നു ഇന്നലെ. മിനിഞ്ഞാന്നത് 13.31 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെയാണ്. പക്ഷേ ടെക്നോളജി ഷെയർസ് വളരെ സ്ട്രോങ് ആണ്. ടെസ്ല വീണ്ടും പുതിയ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $375.43 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള ടെസ്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹ്യൂമനോയിഡ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവാണ്. ഒരു പക്ഷേ ടെസ്ല ഒരു വർഷത്തിനുള്ള $500 പെർ ഷെയർ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. NRIs ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന NRIസിന് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്, ഗ്ലോബൽ സ്റ്റോക്കാണ് ടെസ്ല. അതോടൊപ്പം തന്നെ ഇന്നലെ മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ ആമസോണൊക്കെ മുന്നേറിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി ഷെയറുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെയും ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഒപ്പം നമ്മുടെ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ വളരെ വോളറ്റൈലായിരുന്നു. ഒപ്പം ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ 10 മണിക്കാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് CRR കട്ട് അല്ലെങ്കിൽ റെപ്പോ റേറ്റ് കട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ, ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ ഒരു ആക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ രാവിലെ 10 മണിക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇവൻ്റ് തന്നെയാണെന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് എമൗണ്ട് 8,540 കോടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിട്ടിരിക്കുന്നത് 2,303 കോടിയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് എന്ന് RBI റേറ്റ് കട്ട് എന്നുള്ള കാര്യത്തിൽ. അത്തരത്തിലുള്ള റാലിയും വൊളാറ്റിലിറ്റിക്ക് തന്നെയാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ കണ്ടത്. ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കനറ ബാങ്ക് അവരുടെ സബ്സിഡിയറി ഉണ്ട്, കനറ റോബെക്കോ, AMC അതുപോലെ തന്നെ കനറ HSBC ലൈഫ് ഇൻഷുറൻസ്. ഈ കമ്പനികളിൽ സ്റ്റേക്സിൽ അല്ലെങ്കിൽ IPO നടത്താനായിട്ട് അനുമതി RBI കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കനറ ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കനറ ബാങ്ക് HSBC ലൈഫ് ഇൻഷുറൻസിൽ PNB 23% ഹോൾഡ് ചെയ്യുന്നുണ്ട്. PNBയും 10% സെല്ല് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ന്യൂസ് കനറ ബാങ്കിനും പഞ്ചാബ് നാഷണൽ ബാങ്കിനും പോസിറ്റീവാണ്. ഒപ്പം മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ നിന്ന് ലാർജ് ക്യാപ്പ് കാറ്റഗറിയിലേക്ക് കുറേ സ്റ്റോക്കുകൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടാൻ പോകുന്നുണ്ട്. CG പവർ, RVNL, ICICI പ്രൂഡൻഷ്യൽ, ഇൻഡസ് ടവർ, പോളിക്യാബ്, ക്വിമിൻസ് ഇന്ത്യ, ഇൻഫോ എഡ്ജ്, ഹ്യുണ്ടായി, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, NTPC, സ്വിഗ്ഗിയൊക്കെയാണ് ലാർജ് ക്യാപ്പ് ഓഹരികളായിട്ട് മാറാൻ പോകുന്ന മിഡ് ക്യാപ്പ് കമ്പനികൾ. ഇനി F&O, ഇപ്പോഴത്തെ F&O സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ ആണ് എക്സ്പയറിയും എക്സർസൈസൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റി പലപ്പോഴും ഫിസിക്കൽ സെറ്റിൽമെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ SEBI പുതിയ പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻ ദ മണി ഓപ്ഷൻസ് എല്ലാം തന്നെ എക്സ്പയറി ഡേറ്റിന് മുമ്പത്തെ തലേ ദിവസം ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് വരാൻ പോവുകയാണ്. അതായത് ഇൻ ദ മണി ഓപ്ഷൻസ് മുഴുവൻ ഫ്യൂച്ചേഴ്സായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഡേ ഫ്യൂച്ചർ മാത്രം ട്രേഡ് ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്കുള്ള പ്രപ്പോസലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പബ്ലിക് കമൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും SEBI ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഒപ്പം നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റാംകോ സിസ്റ്റം സൗത്ത് കൊറിയൻ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. റാംകോ സിസ്റ്റം എയർലൈൻ റിലേറ്റഡ് കമ്പനികളുടെ ഡിജിറ്റലൈസേഷൻ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന കമ്പനിയാണ്. നമ്മുടെ തന്നെ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെലിവറി ബൈയും കൂടിയാണ്. റൈറ്റ്സ് 148.25 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട് IIM റായ്പൂരിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ബോറോസർ റിന്യൂവബിൾസ് നമ്മുടെ ബഡ്ജറ്റ് പിക്കുകളിലൊന്നായിരുന്നു. ബോറോസർ റിന്യൂവബിൾസിന് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇവരുടെ ഗ്ലാസുകൾ വളരെ കോമ്പറ്റീറ്റീവാണ് ഗ്ലോബലി. പക്ഷേ ഇതുവരെ കോമ്പറ്റീഷൻ നേരിടേണ്ടി വന്നിട്ടുള്ള ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നായിരുന്നു. അപ്പോൾ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഈ ഗ്ലാസുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിൽ മേൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബോറോസർ റിന്യൂവബിളിനെ സംബന്ധിച്ച് ന്യൂസ്
ന്യൂസ് വളരെ പോസിറ്റീവാണ്. വിബോർ സ്റ്റീൽ ട്യൂബ് ലിമിറ്റഡ് അവരുടെ മൂന്നാമത്തെ പ്ലാന്റ് യൂണിറ്റ് 3 പ്ലാന്റ് ഒഡീസയിൽ കമ്മീഷൻ ചെയ്യാൻ പോവാണ്. ജനുവരിയിലാണ്. അതോടൊപ്പം തന്നെ ആദിത്യ ബിർള ക്യാപിറ്റൽ നല്ല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമ്മൾ തന്നെ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്ട്രോങ് ബൈയിങ് കൂടിയാണ് AB ക്യാപിറ്റൽ. ഹർഷ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണലിന് ഒരു MNC ബെയറിംഗ് കമ്പനികളിൽ നിന്ന് ബെയറിംഗ് കേജസ് ഉണ്ടാക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആണ്. ഹർഷനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. GRSE ജർമ്മൻ കമ്പനിയിൽ നിന്നുള്ള ഒരു ഷിപ്പിനുള്ള ഓർഡറും കൂടി സൈൻ ചെയ്തിരിക്കുകയാണ്. 4 ഷിപ്പുകളാണ് ടോട്ടൽ സെപ്റ്റംബറിൽ കിട്ടിയിട്ടുള്ള ഓർഡറാണ്. തീർച്ചയായിട്ടും GRSEനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം നമ്മുടെ ഷിപ്പിംഗ് ബിൽഡിംഗ് രംഗത്തുള്ള കമ്പനികളിൽ ഒരു പ്രമുഖ കമ്പനിയും കൂടിയാണ് GRSE. മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ വെൽസ്പൻ ലിവിങ്, വാരി എനർജീസ്, അതുപോലെ തന്നെ ശ്രീറാം പിസ്റ്റൻസ്, അദ്വൈത് ഇൻഫ്രാടെക്, സ്നോമാൻ ലോജിസ്റ്റിക്സ് പ്രൊമോട്ടർ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ബൈ ചെയ്ത് പ്രൊമോട്ടർ സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് കമോഡിറ്റികളെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എക്സെപ്റ്റ് ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ കോപ്പറും സിൽവർ അതുപോലെ തന്നെ അലുമിനിയം സിങ്കൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇന്ത്യൻ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയിൽ ബുധനും വ്യാഴമായിട്ട് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് സ്റ്റിമുലസ് ഒക്കെ വരുന്നുണ്ട്. ആ അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്ന മെറ്റൽ സെക്ടറിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ NSE SMEയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എമറാൾഡ് ടയർ മാനുഫാക്ചറേഴ്സിൻ്റെ ഫസ്റ്റ് ഡേ 44.51 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇനി 9-ാം തീയതി വരെയുണ്ട്. 95 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ NSE SMEയിൽ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ വരുന്നത് 10 മണിക്കാണ്. CRR കട്ട്, റേറ്റ് കട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം കണ്ടേക്കാം. ഓവറോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടേക്കാം. അത് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നിഫ്റ്റീനെ 25,000 ലെവലിലേക്കൊക്കെ എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ്, തീർച്ചയായിട്ടും ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഒരു ഫാക്ടർ വോളാറ്റിലിറ്റിക്കുള്ളത്. അല്ലാത്ത പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക്കായി വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എന്നിരുന്നാലും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. 2025 ആകുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമക്സ്, US കോമക്സ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ട്രേഡിങ്ങിൻ്റെ ഘടനയിൽ മാറ്റം വരുത്താണ്. ഇപ്പോൾ 100 ട്രോയ് ഔൺസാണ് ട്രേഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്. 2025 മുതൽ 1 ട്രോയ് ഔൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. തീർച്ചയായിട്ടും ഗോൾഡിൽ വീണ്ടും ആക്ടിവിറ്റി കൂടാനുള്ള ചാൻസസ് ആണ്, ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടാനുള്ള ചാൻസസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 ട്രോയ് ഔൺസ് എന്ന് പറയുന്നത് 31.1 ഗ്രാമാണ്. തീർച്ചയായിട്ടും ഒരു ക്വാണ്ടിറ്റി കുറയുന്നത്, അതുപോലെ തന്നെ കോൺട്രാക്ട് സൈസ് കുറയുന്നത് ലിക്വിഡിറ്റി കൂട്ടാനായിട്ട് ഉപകരിക്കുന്നതാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള കോൺട്രാക്ട്സൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല വോളാറ്റിലിറ്റി, ഇന്നലെ കണ്ട പോലെയുള്ള വോളാറ്റിലിറ്റി നമുക്ക് ഇന്നും മാർക്കറ്റിൽ കാണാം. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ റേറ്റ് കട്ട് ചെയ്യാനോ അതുപോലെ തന്നെ മറ്റ് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.